നമ്മൾ ഹോസ്പിറ്റലിലേക്കുള്ള ബാഗ് സെറ്റ് ചെയ്യുമ്പോഴത്തേക്കിന് ബേബി ഐറ്റംസ് എന്തൊക്കെ വേണമെന്ന് നമുക്ക് നോക്കാം. അതാണ് ഇന്നത്തെ വീഡിയോ. അപ്പം കുറച്ച് ടർക്കികളും ഹിമാലയയുടെ കുറച്ച് പ്രൊഡക്റ്റൊക്കെയും വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. നമ്മൾ കുഞ്ഞിനുള്ള തുണികളൊക്കെ നന്നായി കഴുകി വെയിലത്തൊക്കെ ഇട്ട് ഉണക്കി എടുത്ത് വെക്കുന്നതാണ് ഏറ്റവും നല്ലത്. അപ്പം ഞാനത് വാഷ് ചെയ്തിട്ട് ഇതുപോലെ തേച്ച് കുഞ്ഞിൻ്റെ കുഞ്ഞുടുപ്പുകളൊക്കെ തേച്ചെടുത്ത് വെച്ചേക്കുന്ന മടക്കിയെടുത്ത് വെച്ചേക്കുന്നത്. എല്ലാം ഒന്നും കൊണ്ടുപോകുന്നില്ല, എന്നാലും അതിൽ നിന്ന് ഓരോ സെറ്റിൽ നിന്ന് 3 എണ്ണം വെച്ചോ ഒക്കെ എടുക്കുക. പിന്നെ ഒരു 2 ക്ലോത്ത് എടുത്തിട്ടുണ്ട്, കൊച്ചിനെ എന്തെങ്കിലും തുടയ്ക്കാനൊക്കെ വേണ്ടി. അതിന് വേണ്ടി 2 എണ്ണം എടുത്തിട്ടുണ്ട്. പിന്നെ ബെന്നിൻ ടൈപ്പുള്ളൊരു കെട്ടുടുപ്പ് റോസ് ടർക്കി എടുത്തിട്ടുണ്ട്, കുഞ്ഞിനെ റിസീവ് ചെയ്യുമ്പം നമുക്ക് കുഞ്ഞിനെ പൊതിക്കാൻ. അതുപോലെ തന്നെ ഒരു ഡ്രൈ ഷീറ്റ്, അത് 2-3 എണ്ണം കാണിക്കുന്നുണ്ടെങ്കിൽ 2 എണ്ണം എടുക്കുന്നുള്ളൂ, അത് മതിയായിരിക്കും. പിന്നെ ഹോസ്പിറ്റലാണല്ലോ, അപ്പം പെട്ടെന്ന് നമുക്ക് യൂസ് ചെയ്യാൻ വേണ്ടി 2-3 ടർക്കി അതിന് ചേരുന്ന ഡ്രോ ഷീറ്റും എടുത്ത് വെച്ചിട്ടുണ്ട്. അത് ഡ്രൈ ഷീറ്റ് ഒരു അതിനോട് ചേർന്നത് തന്നെ. പിന്നെ 2 റോംബേഴ്സ് എടുക്കുന്നുണ്ട്, അതിന് ചേരുന്ന ക്യാപ്പും മിറ്റൻസും അതുപോലെ കുഞ്ഞ് സോക്സും എടുത്തിട്ടുണ്ട്. കുഞ്ഞിനെ റിസീവ് ചെയ്യുമ്പോൾ ലേബർ റൂമിൽ നിന്ന് കിട്ടുമ്പോൾ നമുക്ക് ഒരു ഡ്രസ്സ് കൊടുക്കേണ്ടി വരും. അപ്പോൾ അതിന് വേണ്ടിയ കാര്യങ്ങളൊക്കെ നമ്മൾ എടുത്ത് വെച്ചേക്കുന്നതാണ് ഒരു കവറിലാക്കി. ഒരു ജോഡി ഡ്രസ്സും പിന്നെ അതുപോലെ ടർക്കിയും. പിന്നെ ഞാൻ ഹോസ്പിറ്റലല്ലേ നമ്മൾ നിൽക്കുന്നത്, അതുകൊണ്ട് എല്ലാം ഒരു സെപ്പറേറ്റ് കവറിലാക്കി വെക്കുന്നുണ്ട്. പിന്നെ ഈ കാണിച്ചതിപ്പം കുഞ്ഞിനെ ബർപ്പ് ചെയ്യുമ്പോഴത്തേന് നമ്മൾ തോളിലിടുന്ന ഒരു ബർപ്പിംഗ് ക്ലോത്താണ്. പിന്നെ ഒരു ചെറിയൊരു സോഫ്റ്റ് ടവലൂടെ എടുത്തിട്ടുണ്ട് കുഞ്ഞിൻ്റെ മുഖമൊക്കെ തുടയ്ക്കാൻ. പിന്നെ ഞാൻ പാമ്പേഴ്സ് എടുത്ത് വെച്ചിട്ടുണ്ട്. പാമ്പേഴ്സ് യൂസ് ചെയ്യുന്ന എനിക്കത്ര വലിയ താല്പര്യം ഇല്ല, എങ്കിലും ഹോസ്പിറ്റലായതുകൊണ്ട് മാത്രം ഒരു 10 എണ്ണം ഉള്ളൊരു ചെറിയ പാക്കറ്റ് പാമ്പേഴ്സ് എടുത്തിട്ടുണ്ട്. അതുപോലെ ഹിമാലയയുടെ പ്രോഡക്റ്റ് എല്ലാം എടുത്തിട്ടുണ്ടോയെന്ന് ചോദിച്ചാൽ ഇല്ല. കുഞ്ഞിനൊരു സോപ്പും ഒരു ലോഷനും മാത്രമേ എടുത്തിട്ടുള്ളൂ. പിന്നെ ഏറ്റവും അത്യാവശ്യം ബേബി വൈപ്സാണ്. കുഞ്ഞ് മോഷനൊക്കെ പാസ് ചെയ്ത് കഴിയുമ്പോൾ നമുക്കത് ക്ലീൻ ചെയ്യാനും, അതുപോലെ തന്നെ കുഞ്ഞിനെ കുളിപ്പിക്കുന്നൊന്നുമില്ലല്ലോ, അപ്പം തുടച്ചെടുക്കാൻ വേണ്ടി മാത്രമാണ്. അതുപോലെ ബേബി ബെഡ് എടുക്കുന്നുണ്ട് കുഞ്ഞിനെ കൊണ്ട് നമ്മൾ വീട്ടിൽ വരുമ്പോഴത്തേക്കിന്. അതിന് വേണ്ടിയാണ് നമ്മൾ 2 ജോഡി റോംബേഴ്സിലെ ഒരു റോംബേഴ്സ് അതിന് വേണ്ടിയാണ് വീട്ടിലേക്ക് കൊണ്ടുവരുമ്പോൾ കുഞ്ഞിനെ ഉടുപ്പിക്കാനും. അതുപോലെ ബേബി ബെഡിൽ വെച്ചാണ് കുഞ്ഞിനെ കൊണ്ടുവരുന്നത്. പിന്നെ സോപ്പ് അതുപോലെ മോസ്കിറ്റോ ബെഡ് ഒന്നും ഞാൻ എടുക്കുന്നില്ല. സോപ്പ് എടുക്കാത്തതിൻ്റെ കാര്യം, കുഞ്ഞിനെ വീട്ടിൽ വന്ന് പുക്കിൾക്കൊടിയൊക്കെ ഉണങ്ങിക്കഴിഞ്ഞാലല്ലേ കുളിപ്പിക്കുന്നത്, അതുകൊണ്ട്. അതുപോലെ ഒരു മുണ്ട്, വെള്ളമുണ്ട്, അത് നന്നായിട്ട് കഴുകി വെയിലത്തിട്ട് ഉണക്കി വൃത്തിയാക്കി മടക്കിയെടുത്ത് വെച്ചേക്കുന്നതാണ്. അത് ചെറുതായി കട്ട് ചെയ്ത് അതിൻ്റെ അരികൊക്കെ അടിച്ച് നമ്മൾ വെച്ചേക്കുന്നതാണ്. ആവശ്യമെങ്കിൽ നമുക്ക് യൂസ് ചെയ്യാമല്ലോ. അപ്പം ഹോസ്പിറ്റലിലേക്കുള്ള സാധനങ്ങളൊക്കെ റെഡി.